നിന്ന് വരുന്ന മെയിലുകൾ. ആ മെയില് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം ഏതാണോ ആ മെയില് ഫ്രം അഡ്രസ്, വെയിറ്റ് ചെയ്ത് നിങ്ങൾ എടുത്തോളി, സാവധാനം എടുത്തോളി. ഇതൊന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ പിന്നെ നോക്കിയാൽ മതി. ഈ പറയുന്ന കാര്യം ഒന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചാൽ ഇത് പിന്നീട് നിങ്ങൾ ഇങ്ങനെ നോക്കിയാൽ മതി. ഇത് ഇങ്ങനെ എടുത്ത് നോക്കുക ഓരോ സംഭവങ്ങൾ, ഇത് ശരിയാണോ. എന്നിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പിന്നെ എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ആദ്യം നിങ്ങളെ ശല്യം ചെയ്യുന്ന മെയിൽ ഓപ്പൺ ചെയ്യുക. ആ മെയിലിന്റെ അഡ്രസ്, ആ അഡ്രസ് എൻറ്റയർലി അഡ്രസ് കോപ്പി ചെയ്യുക. അതായത് പിന്നെ ഞാൻ നേരത്തെ ഇവിടെ ടൈപ്പ് ചെയ്തതാ, തെറ്റിപ്പോവാതെ no reply at 2mail.com. ഇതിപ്പോ ഒരു ഏതോ ഒരു ഇതിൽ നിന്ന് വരുന്ന ഒരു അഡ്രസ്സാണ്. അത് തിരിച്ചങ്ങോട്ട് മെയിൽ അയച്ചാൽ പോലെ കേട്ടോ, അതുകൊണ്ട് ഞാനിത് അയച്ചത്. അപ്പൊ ഇങ്ങനെ ആ അഡ്രസ് ടോട്ടലി കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തല്ലേ. കോപ്പി ചെയ്തതിന് ശേഷം നെക്സ്റ്റ്, നേരെ ഈ ജിമെയിലിന്റെ നമ്മൾ ഈ ഓപ്പൺ ചെയ്ത ജിമെയിൽ ബോക്സിന്റെ അല്ലെങ്കിൽ ഈ പേജിന്റെ ഏറ്റവും മുകൾ ഭാഗത്ത് വലത് റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു ചക്രത്തിന്റെ ചിഹ്നം ഉണ്ടാവും. അവിടെ സെറ്റിംഗ്സ്, അവിടെ മൗസ് കൊണ്ടുവെക്കുമ്പോൾ തന്നെ സെറ്റിംഗ്സ് എന്ന് കാണാം. ആ സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യുക ഒരു പ്രാവശ്യം. അപ്പൊ അതിൽ കുറെ എഴുതി കാണിക്കൂ. അതിൽ സെറ്റിംഗ്സ് എന്ന് എഴുതി കാണിക്കുന്ന അതിൽ ക്ലിക്ക് ചെയ്യുക. ആ സെറ്റിംഗ്സിന്റെ ആ ചക്രത്തെ ക്ലിക്ക് ചെയ്താൽ വരുന്ന ചെറിയ വിൻഡോയിൽ കാണുന്ന സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്യാം. ഞാനിത് തീരെ എന്നെ അറിയാത്തവർ ഉദ്ദേശിച്ചാട്ടോ ഇത്രയും വിശാലമായിട്ട് പറയുന്നത്. പിന്നെ അറിയുന്നവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. അതിനുശേഷം സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിംഗ്സിന്റെ ആ പേജിലേക്ക് മാറും. ആ പേജ് ഓപ്പൺ ആവും. അപ്പൊ അതിൽ മേലെ മെനുവിൽ കാണുന്ന ജനറൽ, ലാബൽസ്, ഇൻബോക്സ് എന്നൊക്കെ എഴുതി കാണിക്കുക, അക്കൗണ്ട്സ് എന്ന് എഴുതി കാണിക്കുന്ന അതിൽ 1 2 3 4 5 5th അഞ്ചാമത്തെ ഇതാണ് ഞാൻ ഈ പറഞ്ഞ ഫിൽറ്റേഴ്സ്. അതിൽ ക്ലിക്ക് ചെയ്യാം. ആ ഫിൽറ്റേഴ്സ് ക്ലിക്ക് ചെയ്യാം. ഞാൻ ആർക്കും മെയിലാക്കല്ല, അത് പ്രശ്നമല്ല. ആ ഫിൽറ്റേഴ്സ് ക്ലിക്ക് ചെയ്യാം. ഫിൽറ്റേഴ്സ് ക്ലിക്ക് ചെയ്താൽ ഫിൽട്ടർ ചെയ്യുന്ന ആ പേജ് ഓപ്പൺ ആവും. അതിൽ കാണാം താഴെ ക്രിയേറ്റ് എ ന്യൂ ഫിൽട്ടർ. നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ കുറെ എഴുത്തൊന്നുമില്ല, ഉള്ള എഴുത്തുകളിലൊന്ന് പരിശോധിച്ച് നോക്കി. അതിൽ കാണാം ക്രിയേറ്റ് എ ന്യൂ ഫിൽറ്റേഴ്സ്, ഇമ്പോർട്ട് ഫിൽറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണാം. അതിൽ ക്രിയേറ്റ് എ ന്യൂ ഫിൽറ്റേഴ്സ് എന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഒരു ചെറിയ വിൻഡോ പ്രത്യക്ഷപ്പെടും. അതായത് ഫിൽട്ടർ ചെയ്യേണ്ട അഡ്രസ് ടൈപ്പ് ചെയ്യാനുള്ള ആ പ്ലേസ് നമുക്ക് കാണാം. അതിൽ ഫസ്റ്റ് കാണുന്ന കോളത്തിൽ ഫ്രം, കൂടുതൽ നിങ്ങൾ ആലോചിക്കേണ്ട, ഫസ്റ്റ് കാണുന്ന കോളത്തിൽ നിങ്ങൾ നേരത്തെ കോപ്പി ചെയ്ത് വെച്ച എന്റെ അഡ്രസ് ആണെങ്കിൽ അത് കോപ്പി ചെയ്ത് നേരെ ഡയറക്റ്റ് പേസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യുക. അവിടെ ടൈപ്പ് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. ഈ അഡ്രസ് ക്ലിയർ ആയിരിക്കണം, എന്നാലേ എന്ത് ചെയ്യും, ക്ലിയർ ആവും, ഈ ഫിൽട്ടർ ക്ലിയർ ആവും. അതിനുശേഷം ആ ഫ്രം അവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ താഴെ റൈറ്റ് സൈഡിൽ ഇതേ ചെറിയ ബോക്സിൽ റൈറ്റ് സൈഡിൽ കാണുന്ന ക്രിയേറ്റ് ഫിൽട്ടർ വിത്ത് ദിസ് സെർച്ച്, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും വേറൊരു പേജ്, ചെറിയ പേജ്, ഇതേപോലത്തെ സൈസിലൊരു പേജ് പ്രത്യക്ഷപ്പെടും. അതിൽ കുറെ ചെക്ക് ഇടാനുള്ള സ്ഥലങ്ങളുണ്ട്. അതിൽ ഡിലീറ്റ് ഇറ്റ്, അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതും സെലക്ട് ചെയ്യാട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതും സെലക്ട് ചെയ്യാം. ഞാൻ ഈ ഫിൽട്ടർ ചെയ്യാൻ ഉദ്ദേശിച്ച കുറെ ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ. നിങ്ങൾക്ക് ഇപ്പൊ തൽക്കാലം ഈ മെയിൽ ആവശ്യം ഉണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ ഡിലീറ്റ് തന്നെ പറയുന്നത്. ഡിലീറ്റ് ഇറ്റ് എന്ന ആ ചെക്ക് ബോക്സ് ചെക്ക് ഇടുക. അത് ചെക്ക് ഇട്ട് കഴിഞ്ഞതിന് ശേഷം താഴെ ആൾസോ അപ്ലൈ ഫിൽട്ടർ അത് എഴുതിയാൽ നേരെ 2 എന്ന് പറഞ്ഞിട്ട് നമ്പറുകൾ ഉണ്ടാവും, 8 10 100 50. ഇത്രയും മെയിലുകൾ ഇതിൽ ആൾറെഡി ഉണ്ട്, അതുകൂടെ ഡിലീറ്റ് ചെയ്യണമെന്ന് ചോദിക്കും. അപ്പൊ അതുകൂടി ചെക്ക് ഇടുക. അതായത് ഡിലീറ്റ് ഇറ്റ് ചെക്ക് ഇടുക. അതിനുശേഷം ഏറ്റവും താഴെ കാണുന്ന ആൾസോ അപ്ലൈ, അവിടെയും ചെക്ക് ഇടുക. അതിനുശേഷം ക്രിയേറ്റ് ഫിൽട്ടർ, ഈ ബ്ലൂവിൽ എഴുതി കാണിക്കുന്ന ക്രിയേറ്റ് ഫിൽട്ടറിൽ ക്ലിക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച ഈ അഡ്രസ് എന്തായി, ആൾറെഡി നമ്മളെ മെയിലിൽ ബ്ലോക്ക് ആയി കഴിഞ്ഞു എന്ന് മാത്രമല്ല, ഇതിൽ വന്ന മെയിലുകളൊക്കെ ഡിലീറ്റ് ആയി. അപ്പൊ അതിനുള്ള രീതിയാണ് ഇപ്പോ പറഞ്ഞത്. അതിലാർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ?